നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലാഭവൻ മണിയുടെ മരണകാരണം കീടനാശിനിയാണെന്ന ഫോറൻസിക് റിപ്പോർട്ട്. ആന്തരികാവയവങ്ങളിൽ മെഥനോളും എഥനോളും 3 രാസഘടകങ്ങളും ഒരുമിക്കുക അസാധാരണം. എല്ലാ ആന്തരാവയവങ്ങളിലും രക്തത്തിലും തന്നെയും ഈ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഔട്ട് ഹൗസിൽ ചാരായം എത്തിച്ചതിന് തെളിവ്. സുഹൃത്തുക്കളടക്കം 6 പേർ അറസ്റ്റിൽ. കേസിന്റെ ഗൗരവം വർദ്ധിച്ചെന്ന് തൃശൂർ IG. കലാഭവൻ മണിക്കൊപ്പം മദ്യപിച്ചവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് കുടുംബാംഗങ്ങൾ. ആത്മഹത്യാവാദം തള്ളി ഭാര്യ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ആളിത്രയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വളർന്ന ആള്, പല സാഹചര്യങ്ങളും നേരിട്ട് വളർന്ന ആള്. ആരോപണങ്ങൾ തള്ളി ജാഫർ ഇടുക്കിയും സാബുവും. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട താരസംഘടനയും മാക്ടയും. സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് സർക്കാർ. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച തൃശൂർ വിജിലൻസ് ജഡ്ജിയെ സ്ഥലം മാറ്റി. കരുണ എസ്റ്റേറ്റ് തർക്കങ്ങളിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. സർക്കാരിനും KPCCക്കും വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തൽ. LDF സീറ്റ് വിഭജന ചർച്ച നീളുന്നു. ധാരണയായത് NCPയുമായി മാത്രം. രാജ്യദ്രോഹ കേസിൽ JNU വിദ്യാർത്ഥികളായ ഒമർ ഖാലിദിനും അനിർബൻ ഭട്ടാചാര്യയ്ക്കും 6 മാസത്തെ ഇടക്കാല ജാമ്യം. ഉത്തരാഖണ്ഡിൽ പോലീസ് കുതിരയുടെ കാൽ തല്ലിയൊടിച്ച കേസിൽ BJP MLA ഗണേഷ് ജോഷി അറസ്റ്റിൽ. കുതിരയുടെ പിൻകാൽ മുറിച്ചുമാറ്റി. സർക്കാർ പരസ്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്ന മുൻ ഉത്തരവ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തു. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവരുടെ ചിത്രമാകാം, രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രം പാടില്ല. കലാഭവൻ മണിയുടെ മരണത്തിന് കാരണം രക്തത്തിലും ആന്തരികാവയവങ്ങളിലും വ്യാപിച്ച കീടനാശിനിയാണെന്ന ഫോറൻസിക് റിപ്പോർട്ട്. ക്ലോർപെറിഫോസ് എന്ന കീടനാശിനിയുടെ വലിയ തോതിലുള്ള സാന്നിധ്യം മണിയുടെ ആന്തരികാവയവങ്ങളിൽ കണ്ടെത്തി. മീഥൈൽ, ഈഥൈൽ ആൽക്കഹോളുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. കൊച്ചിയിലെ റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലാണ് കലാഭവൻ മണിയുടെ ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടന്നത്. പരിശോധനാ റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘത്തിന് ലാബ് കൈമാറി. ശരീരത്തിൽ വ്യാപിച്ച കീടനാശിനിയാണ് മണിയുടെ മരണത്തിന് കാരണമായതെന്ന് പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്ലോർപൈറിഫോസ് എന്ന രാസകീടനാശിനി രക്തത്തിലും ആന്തരിക അവയവങ്ങളിലും വലിയ തോതിൽ വ്യാപിച്ചിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. ഇതാണ് കലാഭവൻ മണിയുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായത്. എല്ലാ ആന്തരാവയവങ്ങളിലും രക്തത്തിലും തന്നെയും ഈ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. മീഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ, അതുപോലെ ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി, ഇത്രയും സാധനങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് വാസ്തവം. അതെ, മരണകാരണം. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെയും ഈഥൈൽ ആൽക്കഹോളിന്റെയും സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മീഥൈൽ ആൽക്കഹോൾ കുറഞ്ഞ അളവിലായിരുന്നു. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷവും ക്ലോർപൈറിഫോസിന്റെ അളവ് വലിയ തോതിൽ ശരീരത്തിൽ ഉണ്ടായത് അസാധാരണമാണെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തന്നെയുമല്ല, മീഥൈൽ ആൽക്കഹോളും ഈഥൈൽ ആൽക്കഹോളും ക്ലോർപൈറിഫോസും ഒരുമിച്ച് ഒരാളുടെ ശരീരത്തിൽ കാണുക സാധാരണമല്ലെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ കീടനിയന്ത്രണത്തിനും വീടുകളിൽ ക്ഷുദ്രജീവികളെ വകവരുത്താനുമാണ് ക്ലോർപൈറിഫോസ് ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും വ്യാജമദ്യത്തിന്റെ ഉപോൽപ്പന്നമാകാറുമില്ല. കീടനാശിനിയാണ് കലാഭവൻ മണിയുടെ പെട്ടെന്നുണ്ടായ മരണത്തിന് കാരണമെന്ന രാസപരിശോധനാ റിപ്പോർട്ട് മരണത്തിനു പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇനി തുടരന്വേഷണം നടത്തുക. റിപ്പോർട്ടർ, കൊച്ചി. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് രാസപരിശോധനാ ഫലം പുറത്തുവന്നതോടെ അതീവ ഗൗരവ സ്വഭാവം കൈവരിച്ചുവെന്ന് തൃശൂർ IG അജിത് കുമാർ. വേണ്ടിവന്നാൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന് IG അറിയിച്ചു. ഇതിനിടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണ ചുമതലയുള്ള തൃശൂർ റേഞ്ച് IG NMAR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മണിയുടെ ഔട്ട് ഹൗസായ പാടിയിലെത്തി പരിശോധന നടത്തി. മണിയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവന്നതിൽ ശരീരത്തിൽ കാർഷികാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നത് അതീവ ഗൗരവകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് കീടനാശിനി ശരീരത്തിലെത്തിയതെന്ന് അന്വേഷിക്കും. വേണ്ടിവന്നാൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുമെന്നും IG പറഞ്ഞു. കീടനാശിനിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മീഥൈൽ ആൽക്കഹോളും അദ്ദേഹം കൺസ്യൂം ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പം കൂടുതലായിട്ട് അന്വേഷിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഒരാളുടെ ബോഡിയിൽ നിന്ന് മീഥൈൽ ആൽക്കഹോളും ഇൻസെക്ടിസൈഡും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു അസ്വാഭാവികമാണ്. കേസിൽ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. റിപ്പോർട്ടർ, തൃശൂർ. മരണത്തിന്റെ തലേ ദിവസം മണിക്കൊപ്പം കുടിച്ചവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് കുടുംബം. അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ മണിയെ കുടിപ്പിച്ചത് മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിടാനാണെന്ന് സഹോദരൻ രാമകൃഷ്ണൻ ആരോപിച്ചു. മണി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഭാര്യ നിമ്മി പറഞ്ഞു. കലാഭവൻ മണിയുടെ ആന്തരിക അവയവ പരിശോധനയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് ബന്ധുക്കൾ കേട്ടത്. തങ്ങളുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ കണ്ടെത്തലുകൾ എന്നായിരുന്നു ബന്ധുക്കളുടെ പ്രതികരണം. മണിയുടേത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി സഹോദരൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു.
ഒപ്പമുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകും. സുഹൃത്തുക്കൾ അറിയാതെ കീടനാശിനി പാടിയിലെത്തില്ല. തലേ ദിവസം മുതൽ അവിടെ വന്ന് കയറിയത് ആരൊക്കെയാണ്, അവരെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു, അവരെന്തൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ ഈ ഒരു അംശം എൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ മാത്രം എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും സത്യസന്ധമായ രീതിയിൽ നടത്തിക്കൊണ്ട് അവർക്ക് അവരെ ഇന്നു മുതൽ ഇപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ട് അവരെ അവർ കുറ്റക്കാരാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നാണ്. മണി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്ന് ഭാര്യ നിമ്മി പ്രതികരിച്ചു. കരൾ രോഗത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല, കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും നിമ്മി പറഞ്ഞു. അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ആൾ ഇത്രയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വളർന്ന ആള്, പല സാഹചര്യങ്ങളും നേരിട്ട് വളർന്ന ആള്. അന്നൊക്കെ ഇത്ര ഇതായിട്ട് പിടിച്ചു നിൽക്കുന്ന ആള് ഇപ്പൊ എല്ലാ സൗഭാഗ്യം ദൈവം കൊടുക്കുമ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തന്നെ അറിയിക്കാതെ തിടുക്കത്തിൽ മണിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതിലും തിരികെ എത്തി പാടി വൃത്തിയാക്കിയതിലും ദുരൂഹതയുണ്ടെന്നായിരുന്നു ഡ്രൈവർ പീറ്ററുടെ പ്രതികരണം. ബന്ധുക്കളുടെ സംശയങ്ങൾക്ക് ന്യായമുണ്ട്. പാടി വൃത്തിയാക്കാറുണ്ട്, പിറ്റേ ദിവസം ഇവർ വന്ന് എന്തിനാ കഴിയുമെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. സംശയിക്കാവുന്ന കാര്യമാണ്. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇങ്ങനൊരു സാഹചര്യം നിൽക്കുന്നത് അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ സംശയിക്കാനുള്ള കാര്യമാണല്ലോ. ബന്ധുക്കളുടെ പരാതി ലഭിക്കുന്ന മുറയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം വിളിപ്പിച്ചേക്കും. റിപ്പോർട്ടർ, തൃശൂർ. ഈ വിഷയത്തിൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ CJ ജോൺ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ പ്രശാന്ത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ബാബു M പാലിശ്ശേരി കുന്നംകുളം MLA അദ്ദേഹം തൃശൂർ സ്റ്റുഡിയോയിൽ, RLV രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ സഹോദരൻ അദ്ദേഹം ചാലക്കുടിയിലെ മണികുടീരത്തിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ RLV രാമകൃഷ്ണൻ, ക്ലോർപെറിഫോസ് എന്ന കീടനാശിനി അകത്തു ചെന്നാണ് കലാഭവൻ മണി മരിച്ചിരിക്കുന്നത്. ഈ കീടനാശിനി എങ്ങനെ കലാഭവൻ മണിയുടെ ഉള്ളിലെത്തി എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? ഞങ്ങളിത് സംഭവിച്ച സമയം മുതൽ ഞങ്ങൾക്ക് ഈ സാഹചര്യം തീർച്ചയായിട്ടും ഒരു ദുരൂഹതയായിട്ടാണ് തോന്നിയിരുന്നത്. കാരണം അത്രയേറെ മൂർച്ചയേറിയ ഒരു കരൾ രോഗമായിരുന്നില്ല സഹോദരൻ്റേത്. ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു മരണം സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുമില്ല. തലേ ദിവസം മുതലുള്ള മദ്യലോബികൾ അവിടെ വരികയും അവർ മദ്യപിക്കുകയും പിന്നെ നമ്മൾ ഇതിനു മുൻപ് നിരവധി തവണ അവിടെ ചെന്ന് ഇത്തരത്തിലുള്ള പ്രവണതകൾ നിർത്തണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യം വെള്ളിയാഴ്ച മുതൽ അവിടെ വന്നു ചേർന്നിട്ടുള്ള വ്യക്തികളും ഈ സംഭവം, ഈ സാധനങ്ങൾ എങ്ങനെ അവിടെ എത്തിയെന്നും ഈ ഒരു ആസിഡ് എൻ്റെ സഹോദരൻ്റെ ശരീരത്തിനുള്ളിൽ എങ്ങനെ എത്തിയെന്നും വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ അവിടെ ചേട്ടൻ്റെ ഒപ്പം നിന്നിരുന്ന എല്ലാ വ്യക്തികളെയും നമ്മൾ സംശയിക്കുന്നു. ഇതിൽ ശ്രീ രാമകൃഷ്ണൻ, അനലിറ്റിക്കൽ ലാബിലെ ഡയറക്ടർ പറയുന്നത് കൂടിയ അളവിൽ കീടനാശിനിയുടെ അംശം ഉള്ളിൽ ചെന്നാലേ ഇങ്ങനെ സംഭവിക്കൂ എന്നാണ്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ സൂയിസൈഡ് കേസിലാണ് ഇങ്ങനെ അവർക്ക് ഈ കീടനാശിനിയുടെ അംശം മുൻപ് കണ്ടെത്തേണ്ടി വന്നിട്ടുള്ളത് എന്നാണ്. കേരളത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കളനാശിനി കൂടിയാണ്. ആ സംശയത്തിന് അടിത്തറയുണ്ടോ? ഒരിക്കലുമില്ല. ചേട്ടൻ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള സാഹചര്യം നിലവില്ല. തന്നെയല്ല അവിടെ ഒരു കീടനാശിനി എത്തേണ്ട യാതൊരു സാഹചര്യവും അവിടെ ഇല്ല. വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം, കുടുംബജീവിതം നയിക്കുന്നു. ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. ഒപ്പം സാമ്പത്തികപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പരാധീനതകളും എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നിട്ടില്ല. തലേ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് ശ്രീകൃഷ്ണപുരത്ത് വേദിയിൽ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും പിറ്റേ ദിവസം കുന്നംകുളത്ത് പരിപാടി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലും ഇരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം തീർച്ചയായിട്ടുമില്ല. ഇത് ഒരു അപായം തന്നെയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ടും നമുക്ക് ഈ ദുരൂഹ സാഹചര്യം ഇതിന് ഏറെ പിന്തുണ. അതിൽ രാമകൃഷ്ണൻ ഒരു സംശയമുള്ളത്, താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം വളരെ സന്തോഷവാനും ഉല്ലാസവാനും ആയിരുന്നു എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് വീട്ടിൽ വരാതെ മരണത്തിന് മുൻപുള്ള 15 ദിവസം ഈ പാഡി എന്ന ഔട്ട് ഹൗസിൽ തന്നെ താമസിച്ചത് എന്ന ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായികളും അദ്ദേഹത്തെ ആദ്യം അറ്റൻഡ് ചെയ്ത ഡോക്ടറും പറയുന്നത് അദ്ദേഹം ഈ ദിവസങ്ങളിൽ, അതായത് മരണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ നിരന്തരം മദ്യപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. അദ്ദേഹം ഗുരുതരമായ കരൾ രോഗമുള്ള ആളാണ്, മദ്യം കൈകൊണ്ട് തുടരരുത് എന്ന കർശന നിർദ്ദേശം ഡോക്ടർമാർ കൊടുത്തിട്ടുള്ള ആളാണ്.
അദ്ദേഹം നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ബിയറാണ് എങ്കിൽ പോലും. എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ഒരു ചീത്ത കൂട്ടുകെട്ട്. കാരണം ചേട്ടനെ ഈ ഒരു മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ കൂട്ടുകെട്ടായിരുന്നു അവസാന നിമിഷങ്ങളിൽ ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അവരുടെ എൻ്റെ ചേട്ടൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ പോകുന്ന അസിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം അവർക്ക് മദ്യപിക്കുക എന്നുള്ളൊരു ഹോബിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ കൂടുതൽ മദ്യം കഴിക്കാനുള്ള പ്രവണതയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഈ കുണ്ട്രു എന്ന് വിളിക്കുന്ന അരുൺ, അതുപോലെ തന്നെ കടുക്കൻ എന്ന് വിളിക്കുന്ന വിപിൻ, ഈ ചെരുപ്പ് കുത്തിയ എന്ന് പറയുന്ന മുരുകൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും ചേട്ടനെ രാവിലെ തന്നെ മദ്യം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പ്രവണത കാണുമായിരുന്നു. നമ്മൾ ഇതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ കുടുംബക്കാരും അല്ലെങ്കിൽ സഹോദരി പുത്രന്മാരെ അവരെല്ലാവരും തന്നെ അവിടെ പോയി ഇവരുമായി വാക്കേറ്റം ഉണ്ടാക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ ഈ നീരാളികളുടെ കയ്യിൽ എൻ്റെ സഹോദരൻ പെട്ടുപോയി എന്നുള്ള വിഷമത്താൽ നിരവധി ആളുകൾ ചെന്ന് ഉപദേശിക്കുകയും അവരിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്ന് നിരവധി തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇത്രയും നിഷ്ഠൂരമായി ചേട്ടനെ മദ്യം കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഈ ആരാണോ, അതിനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മരണത്തിന് മുൻപുള്ള ആ വെള്ളിയാഴ്ചകളിൽ തുടങ്ങി ആരെല്ലാം അവിടെ വന്നു, അവരെത്തരത്തിലുള്ള മദ്യം കൊണ്ടുവന്നു, ആ മദ്യത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷണത്തിലൂടെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള രാസപരിശോധനയുടെ ഫലം കൂടെ നമ്മുടെ ചെവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉന്നത തലത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് വഴിതിരിച്ചുവിടും. ഇപ്പോഴുള്ള ഇതിൽ ശ്രീ RLV രാമകൃഷ്ണൻ മദ്യം കുടിപ്പിച്ചു, പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ അരുൺ, വിപിൻ, മുരുകൻ, താങ്കൾ പേര് സൂചിപ്പിച്ച 3 പേരും കലാഭവൻ മണിയുടെ ജോലിക്കാരാണ്. അവർക്കങ്ങനെ മണിയെ നിയന്ത്രിക്കാനും പ്രേരിപ്പിക്കാനും ഒക്കെ കഴിയുമോ? അതിനപ്പുറത്ത് മണി കർശനമായ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുക എന്ന നിസ്സഹായതയല്ലേ അവരെ കൊണ്ട് പറ്റൂ? സാറേ, ഒരാൾക്ക് മദ്യം ഒഴിച്ചു കൊണ്ടുള്ള വഴി ഉണ്ടാക്കുന്നത് ശരിയാണോ സാറേ? ഒരാൾ മദ്യത്തിന് ഇഷ്ടം അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചുവെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറിപ്പോവായിരുന്നില്ലേ? ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? അതാണോ ഇവ തെരഞ്ഞെടുത്ത വഴി? കലാഭവൻ മണി നിർബന്ധിച്ച് എന്നുകൊണ്ട് മദ്യം ഒഴിച്ചു കൊടുക്കലാണോ അവർ തെരഞ്ഞെടുത്ത വഴി? അതുവഴി അവർ എന്തായി? അവർ കൊലപാതകികളായില്ലേ ഇപ്പോൾ? ശരി, അങ്ങനെ അതാണ് കുടുംബത്തിൻ്റെ പരാതി. ഡോക്ടർ പ്രശാന്ത്, ഇവിടെ ഈ ക്ലോർപെറിഫോസ് എന്ന കീടനാശിനി ചെറിയ അളവിൽ അകത്ത് ചെന്നാൽ ഉടനടി മരണം സംഭവിക്കുന്ന അത്ര മാരകമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വിസറ പരിശോധനയിൽ പക്ഷേ അതിൻ്റെ സാന്നിധ്യമുണ്ട്. വളരെ കൂടിയ അളവിൽ ഈ കീടനാശിനി കരൾ രോഗമുള്ള ഒരാളുടെ ശരീരത്തിനകത്ത് എത്തിയതാകാം പ്രശ്നം എന്ന് ഫോറൻസിക് ലാബിലെ ഡയറക്ടർ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അതേസമയം തന്നെ കലാഭവൻ മണിയോടൊപ്പം മദ്യപിച്ച ഒരാൾക്കും ഇങ്ങനെയൊരു വിഷബാധ ഏൽക്കുന്നും ഇല്ല. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിഷബാധ സാധാരണഗതിയിൽ ഉണ്ടാകുക? ഇതിനൊരു മെഡിക്കൽ കേസായി പരിഗണിച്ചാൽ എങ്ങനെയാണ് ഡോക്ടർമാർ ഇതിനെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറഞ്ഞ ഒരു കീടനാശിനി അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ രാസഫലങ്ങളൊക്കെ പൂർണ്ണമായ റിപ്പോർട്ട് വന്നതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയാൻ പറ്റൂ. പക്ഷേ ഇവിടെ ആധികാരികമായ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു പ്രധാന വിഷയം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വിഷയത്തെ ചെറുതായി ചർച്ച ചെയ്യാതെ കുറച്ചുകൂടെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വശവും അവിടെയാണ്. കാരണം ഈ നമ്മളെല്ലാം പ്രിയപ്പെട്ട കലാകാരനായി കണ്ടിരുന്ന കലാഭവൻ മണി എന്ന് പറയുന്ന അപൂർവ പ്രതിഭയെ നമുക്ക് കേരളത്തിന് നഷ്ടപ്പെട്ടത് മദ്യം എന്ന് പറയുന്ന ഒരു പ്രധാനമായ വിഷവസ്തുവിൻ്റെ സ്ഥിരമായ ഒരു കഴിക്കൽ കൂടി, സ്ഥിരമായി മദ്യപിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം കൂടി അതിന് കാരണമായി എന്ന് നാം തിരിച്ചറിയണം. സോ ഇവിടെ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. മദ്യം, നല്ല മദ്യവും ചീത്ത മദ്യവും ഉണ്ട്. മദ്യം കുറച്ച് രീതിയിൽ ചെറുതായിട്ട് സ്ഥിരമായി കഴിച്ചാൽ കുഴപ്പമില്ല. എന്നോടൊപ്പം ചർച്ചയിലുള്ള CJ ജോൺ സാർ ഏതാനും ദിവസം മുമ്പേ അദ്ദേഹം ഒരു പ്രമുഖ പത്രത്തിലൊരു ലേഖനം എഴുതുകയുണ്ടായി. വിവാദം ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞ് ഏറ്റവും തുറന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. നാം മലയാളി സ്വതന്ത്രമായി ചിന്തിക്കണം. മദ്യം ഒരു ആഹാര പദാർത്ഥമല്ല, ദിവസവും കഴിക്കാനുള്ള ഒരു സാധനമല്ല. അത് ഏത് രൂപത്തിലായാലും ഒരുപോലെ അപകടം തന്നെയാണ്.
പലപ്പോഴും നാം കാണുന്നത്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, മദ്യം പലപ്പോഴും വിളമ്പുന്നത് മദ്യത്തിൻ്റെ തനതായ രുചിക്ക് അപ്പുറത്തേക്ക് പല വസ്തുക്കളും അതിനകത്ത് ചേർത്ത് വീര്യം ചേർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരുകൾ എനിക്കിവിടെ പറയാൻ കഴിയില്ല, കാരണം അത് പൊതുവേദിയിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് മറ്റൊരു അറിവാണ്. അപ്പോൾ നാം തിരിച്ചറിയേണ്ട സാധനം ഇവിടെ അടിസ്ഥാന വിഷയം, ശരിക്കും ഇവർ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരർത്ഥത്തിൽ യോജിപ്പാണ്. കാരണം കൂടെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചവർക്ക് ഒരു ശിക്ഷ കിട്ടുമെന്നുള്ള രീതി വന്നാൽ ഒരു പക്ഷേ അതും നമ്മുടെ കൂട്ട മദ്യപാനം തടയാൻ നമ്മുടെ നാടിന് ഒരു വലിയ ഒരു വഴി തുറന്നു കൊടുക്കും. മദ്യത്തെയാണ് ഇക്കാര്യത്തിലെ മുഖ്യ വില്ലനായി കാണുന്നത്. ഡോക്ടർ തുടരുക. ഡോക്ടർ CJ ജോൺ, ഇവിടെ കലാഭവൻ മണി എന്ന മഹാനായ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കുമെന്ന് മലയാളികൾ ആരും കരുതുന്നില്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാരും കരുതുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയുകയുമില്ല. പക്ഷേ അദ്ദേഹം നിരന്തരമായ മദ്യപാനം കൊണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കരൾ രോഗിയായി മാറുകയായിരുന്നു. ആ രോഗാവസ്ഥ ഉണ്ടായതിനു ശേഷവും ഇനി മദ്യം തുടരരുത് എന്ന് അദ്ദേഹത്തിന് കർശന നിർദ്ദേശം നൽകപ്പെട്ട സാഹചര്യത്തിലും അദ്ദേഹം മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും വ്യക്തമാക്കുന്നത്. ഈ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ശീലങ്ങൾ ഒടുവിൽ അങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടാക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. താങ്കൾ ഇതിൽ കാണുന്ന പാഠം എന്താണ്? അല്ല, ഇതൊരു തുടർച്ചയാണ്. പ്രശാന്ത് പറഞ്ഞ പോലെ ഒരു ജീവിതശൈലി, വികലമായിട്ടുള്ളൊരു ജീവിതശൈലിയിൽ അദ്ദേഹം അകപ്പെട്ടു പോയിരുന്നു. ആ ശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ചങ്ങാതി കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം സാധാരണഗതിയിൽ മദ്യാസക്തിക്ക് അടിമപ്പെട്ട് അത് നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി നഷ്ടമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചിട്ടുള്ള ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് മറ്റു സുഹൃത്തുക്കൾ എന്താണ് ചെയ്യേണ്ടത്? മദ്യപിക്കുകയാണോ വേണ്ടത്? മദ്യം ഒഴിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? അതോ മദ്യാസക്തിയെ ചികിത്സിക്കുക, കരൾ രോഗത്തെ ചികിത്സിക്കുക, ഈ തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയാണോ വേണ്ടത്? ഇതൊന്നും ഉണ്ടായില്ല. ഇത് കലാഭവൻ മണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ആ പ്രായം എത്തി നിൽക്കുന്ന കേരളത്തിലെ ഒട്ടേറെ ചെറുപ്പക്കാർ ഇതേ അവസ്ഥയിൽ തന്നെ പോകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. സത്യത്തിൽ ഈ മരണം ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള മരണമാണ്. ഒരുപക്ഷെ ഈ യുവാക്കൾക്കൊരു സന്ദേശം കൂടി കൊടുക്കുന്ന, ചില സൂചനകൾ കൊടുക്കുന്ന മരണം കൂടിയാണ്. പക്ഷേ ഇതിലുള്ള ടേണിംഗ് പോയിന്റ് എന്താണ് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇനിയിപ്പോൾ കുറ്റാന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാത്രം കണ്ടെത്തേണ്ട സത്യങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു ഊഹാപോഹം പറയുന്നതിൽ അർത്ഥമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ചങ്ങാതി പ്രീതിക്കായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വ്യാജ മദ്യത്തിൽ ചിലപ്പോൾ ഇതിൻ്റെ അംശം ഉണ്ടായേക്കാം. അതുമല്ലെങ്കിൽ എല്ലാ സാധ്യതകളും ഒരുപക്ഷെ കുറ്റാന്വേഷണ സംഘം പരിശോധിക്കേണ്ടി വരും. അതിൽ ഒരുപക്ഷെ നമുക്ക് കലാഭവൻ മണി ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ അന്വേഷണത്തിൻ്റെ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് മദ്യാസക്തിയുള്ള ഒരാൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ പ്രൊഫഷണലായിട്ട് അന്വേഷിക്കുമ്പം എല്ലാം പരിഗണിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ അതിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും മദ്യാസക്തിയാണ്. അത് അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം ഇതിന് ഘടകമാണ്. അപ്പം അവസാനത്തെ മരണം എന്തുകൊണ്ട് എന്നുള്ളതിലെ ചോദ്യത്തിൽ ആ അവസാന മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരുപാട് ഘടകങ്ങളും പ്രസക്തമായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ ബാബു എം പാലിശ്ശേരി, മദ്യാസക്തി എന്ന രോഗാവസ്ഥയാണ് അനിവാര്യമായ ഈ ഒരു ദുരന്തത്തിലേക്ക്, പതനത്തിലേക്ക് കലാഭവൻ മണി എന്ന മഹാനായ കലാകാരനെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത്ര ഗുരുതരമായ വിധത്തിൽ രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അദ്ദേഹം താമസിച്ചിരുന്ന ഇടത്തേക്ക് കുപ്പികളുമായി നിരന്തരം പോവുകയും ഇത്തരത്തിലുള്ള കുടി പാർട്ടികൾ നടത്തുകയും ചെയ്തതായാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ ഓരോ മണിക്കൂറുകളിലും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി ബോധ്യമുള്ളത്? കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഒരു പ്രതീകമാണ് ഇപ്പോൾ സത്യത്തിൽ മണി. ഇത് ഒരു വല്ലാത്ത ദുരന്തമാണ്. കേരളം ഇത്രയധികം ആളുകൾ ഒരു ശവസംസ്കാരത്തിന് ഒന്നിച്ചു കൂടുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയേറെ ഇഷ്ടമായിരുന്ന ഒരു നടനെ, ഒരു കലാകാരനെ, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകൾ ഉണ്ട് എന്ന് കേൾക്കുന്നത് ദുഃഖകരമാണ്. ഞാൻ മണി ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമയിൽ കൂടെ അഭിനയിച്ച ഒരാളാണ്. അത്ര വലിയ കഥാപാത്രമൊന്നുമല്ല, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരാളാണ്.
എനിക്ക് മണിയായിട്ട് നേരത്തെയും പരിചയമുണ്ട്. പല വേദികളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാറുണ്ട്. വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള മണി ആത്മഹത്യ ചെയ്യുന്ന മണിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായി കാണുകയും ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തൊരു കലാകാരനാണ് മണി. അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ ഏറ്റവും അവസാന കാലത്ത് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമല്ലാതാവട്ടെ, അല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ഇവിടെ പറയുന്ന കുറേ ആളുകൾ, അദ്ദേഹത്തെ തലേ ദിവസം കാണാൻ വന്നിരുന്ന ആളുകൾ, ആ ആളുകളുടെ ഒപ്പം മദ്യപിച്ചിരുന്നെന്നും ഇല്ലെന്നും രണ്ട് വാദം ഇപ്പോഴുണ്ട്. പക്ഷേ മണി മദ്യപിച്ചിരുന്നു എന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് കൂടിയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അന്ന് ഇദ്ദേഹത്തെ കാണാൻ വരികയും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്തിരുന്ന പ്രശസ്തരായിട്ടുള്ള ആളുകൾ പിറ്റേ ദിവസം മണി മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ ചാലക്കുടിയിലും തൃശ്ശൂരും വീട്ടിലും ഒക്കെ വന്ന് മണിയുടെ ശരീരം അവസാനമായി കാണാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഇവരുണ്ടായിരുന്നു. 1.5 ദിവസം മുഴുവൻ ടി വിയുടെ മുമ്പിൽ ഇരുന്ന ആളാണ് ഞാൻ കണ്ടില്ല. ഈ പറയുന്ന ആളുകളെ ഞാൻ കണ്ടില്ല. ഇനി മണിയെ കാണാൻ വന്നിട്ട് കാണാൻ അവസരം കിട്ടാതെ പുറത്തു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചില നടന്മാർക്ക് അങ്ങനെയും സംഭവിച്ചു. എന്നെ തന്നെ പോലീസ് വട്ടം വളഞ്ഞു നിന്നിട്ടാണ് മണിയുടെ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവരെന്തുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വന്നില്ല? തലേ ദിവസം ഒരുമിച്ചിരുന്ന് മണിക്കൂറുകൾ ചെലവഴിച്ച തീർച്ചയായും അങ്ങനെ ധാരാളം സംശയങ്ങൾ ആളുകളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ശ്രീ ബാബു പാലശ്ശേരി, ശ്രീ RLV രാമകൃഷ്ണൻ, ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ടോ? കലാഭവൻ മണി സൗഹൃദങ്ങളുടെ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ആ തരത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. വലിയ കലാകാരന്മാർ അടക്കമുള്ള ആളുകൾ മണിയുടെ സൗഹൃദത്തെക്കുറിച്ച് ഓർത്തെഴുതിയത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ ആശുപത്രിയിലാകുന്നതിന് തലേ ദിവസവും പാഡിയിലേക്ക് ഈ സുഹൃത്തുക്കളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. അവർ സ്വാഭാവികമായും അവരുടെ ഒരു ഈ സൗഹൃദ രീതി അനുസരിച്ച് മദ്യവും കൊണ്ടാകാം വന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് മണിയോടൊപ്പം ഉണ്ടായിരുന്ന ജോബി അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു. ഇതിൽ വളരെ അസ്വാഭാവികമായി, അതായത് സംശയിക്കത്തക്ക എന്തെങ്കിലും ഉള്ളതായി തോന്നുന്നുണ്ടോ കുടുംബാംഗങ്ങൾക്ക്? ഇതിൽ ഈ മദ്യപാനം ആപത്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മദ്യപിക്കാൻ വേണ്ടി അവിടെ വരികയും അവിടെ ഇരുന്ന് ഒരുപാട് സമയം മദ്യപിക്കുകയും ഈ സാബുവിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ജാഫർ ഇടുക്കിയെ പോലുള്ള ആളുകൾ അവിടെ ഇരുന്ന് മദ്യപിച്ചതായും തെളിവ് നമുക്കുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച മുതൽ അവിടെ വന്നിട്ടുള്ള ആരൊക്കെയാണോ വന്ന് പോയിട്ടുള്ളത്, ഇപ്പോൾ സാബു അല്ല, അല്ലെങ്കിൽ ജാഫർ അല്ല, മറ്റേത് വ്യക്തിയായാലും അവരെല്ലാം ഇതിന് നമുക്ക് തെളിവ് തരുന്നൊരു ഉപാധികളാണ് അവരെല്ലാവരും തന്നെ. അവരെല്ലാം ഈ അവസരത്തിൽ സംശയിക്കുകയാണ്, ആരാണിത് കൊണ്ടുവന്നത്, ഏത് കൈകളാണ് അവിടെ എത്തിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരെല്ലാം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ അന്വേഷണത്തെ നേരിടട്ടെ. സത്യസന്ധമായുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും നമുക്ക് ഗുണകരമാവും, അല്ലെങ്കിൽ നമുക്ക് സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിൽ രാമകൃഷ്ണൻ, മണിയോടൊപ്പം മദ്യപിച്ചിട്ടില്ല എന്നായിരുന്നു ഇന്നലെ സാബു പറഞ്ഞത്. ജാഫറും സമാനമായ തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ആ പാഡിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റാളുകൾ, ജോബി, അതുപോലെ തന്നെ ഡ്രൈവറായിട്ടുള്ള പീറ്റർ, ഇവരൊക്കെ പറയുന്നത് ഇവർ രണ്ടുപേരും പാടിയിലെത്തി മദ്യപിച്ചിരുന്നു എന്നും മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഒരു വേള എന്നുമൊക്കെയാണ്. എന്തായാലും അവർ ആദ്യം കള്ളം പറഞ്ഞു എന്ന തോന്നൽ ശക്തമാണ്. അതെന്തിനായിരിക്കും? തീർച്ചയായിട്ടും ഇന്നലെ മുതലേ സാബുവായിട്ട് സംസാരിച്ചപ്പോൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സാബു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മദ്യപിച്ച് ലക്ക് കെട്ട ഒരാളെ ഉണ്ടാക്കാനാണ് ഇവിടുന്ന് പീറ്റർ എന്ന ഡ്രൈവറെ, ചേട്ടൻ്റെ ഡ്രൈവറെ നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോബി അവിടെ നിത്യസന്ദർശകനാണ്, അല്ലെങ്കിൽ ജോബി സദാസമയം കൂടെയുള്ള ആളാണ്. അപ്പോൾ ജോബി പറഞ്ഞ കാര്യം തന്നെയായിരിക്കും വാസ്തവം. കാരണം ഇവർ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നത് അസത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഉപായമായിട്ടായിരിക്കും അവർ കാണുന്നത്. ഇതിൽ ആരാണ് കുറ്റവാളി എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ആരൊക്കെ മദ്യപിച്ചിരുന്നുവെന്നും ആരൊക്കെ അവിടെ വന്നിരുന്നെന്നും ഏതൊക്കെ തരത്തിലുള്ള മദ്യം കഴിച്ചുവെന്നുമുള്ളത് തെളിവാണ് ജോബി സദാസമയം കൂടെയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ജോബി പറയുന്ന കാര്യത്തിൽ തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നതും. എല്ലാവരും തന്നെ മദ്യപിച്ചിരുന്നു. അങ്ങനെ ഒരു സംശയം കുടുംബാംഗങ്ങൾക്കുണ്ട്. തുടരുക. ഡോക്ടർ CJ ജോൺ, ഇവിടെ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങളെക്കാൾ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കലാഭവൻ മണി. കലാഭവൻ മണിയുടെ സൗഹൃദത്തെക്കുറിച്ച് എല്ലാ ആളുകൾക്കും അത്രമേൽ ഉയർന്ന കാര്യങ്ങളാണ് പറയാനുള്ളതും. പക്ഷേ ഇവിടെ
സൗഹൃദത്തിൻ്റെ ഊഷ്മളത വേറൊരു തരത്തിലേക്ക് വഴിതിരിഞ്ഞു പോയതിൻ്റെ ഒരു ദുരന്തം കൂടി നമ്മൾ കാണുന്നില്ലേ? ഈ കൂട്ടുകാരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട ആളെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ കുപ്പിയും കൂടെ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എന്താണ് എന്ന് പോലും നോക്കാതെ ഉള്ള കൂടിച്ചേരലുകൾ, കൂട്ടായ്മകൾ നടക്കുന്നു. പക്ഷേ ആത്യന്തികമായ ഒരു ദുരന്ത ഫലം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരിക്കില്ല, അങ്ങനെയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ആ സാഹചര്യത്തെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിലയിരുത്തേണ്ടത്? അല്ല, ഈ ഊഷ്മളതകളുടെ നിർവചനം തന്നെ കുറേയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതിപ്പം കലാഭവൻ മണിയുടെ കൂട്ടായ്മയിൽ മാത്രമല്ല, ഈ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ശരാശരി ചെറുപ്പക്കാരുടെ സങ്കല്പത്തിൽ ഏതാണ്ട് ഇതൊക്കെയാണ്. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ പോയി കുപ്പി പൊട്ടിക്കുക, കിട്ടുന്ന മദ്യം ഉപയോഗിക്കുക, അതിൽ തന്നെ ആളുകൾക്ക് നല്ല മദ്യം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുക. അതിലൊരു പക്ഷേ വ്യാജമദ്യം ഉണ്ടാവും, ചാരായം ഉണ്ടാവും, നിരോധിച്ചിട്ടുള്ള ചാരായം ഉണ്ടാവും, എന്തിന് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടാവും. ഇങ്ങനെ പലതും പ്രയോഗിക്കപ്പെടുന്നത് ഈ കൂട്ടായ്മകളിൽ തന്നെയാണ്. അപ്പം മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചങ്ങാത്തത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ ചങ്ങാത്തത്തിൻ്റെ ഒരു ഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഒരുപാട് പേരെ രോഗത്തിലുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് 2 ലിവർ ട്രാൻസ്പ്ലാന്റിനെങ്കിലും അദ്ദേഹം മുന്നിട്ട് നിന്നു എന്നുള്ളതാണ്. എന്നിട്ട് സ്വന്തം കരളിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വയം ഒരു ചങ്ങാതിയാവാനും പറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ ചങ്ങാതികൾക്ക് അതിന് പ്രേരിപ്പിക്കാനും പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വൈരുദ്ധ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ചങ്ങാത്തങ്ങളുടെ നിർവചനത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നുണ്ട്. ഈ പ്രവണതയാണ് ഒരു പക്ഷേ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിരുത്സാഹപ്പെടുത്തണം, അതിനെതിരെ പ്രചാരണം വേണമെന്നും പറയുന്നതിൻ്റെ കാര്യം. തീർച്ചയായും അതൊരു സാമൂഹ്യ ദുരന്തം കൂടിയാണ് ഈ അമിത മദ്യപാനാസക്തി. ഡോക്ടർ പ്രശാന്ത്, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ പാഡി എന്ന് പറയുന്ന വിശ്രമ കേന്ദ്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാറ്റുചാരായം എത്താറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ നാടൻ വാറ്റിൽ വീര്യം കൂട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചേർക്കാറുണ്ട്. താങ്കൾ അത് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു, കീടനാശിനികൾ അടക്കം ചേർക്കാറുണ്ട്. അങ്ങനെ വീര്യം കൂട്ടാൻ വേണ്ടി ചേർത്ത കീടനാശിനി ആകുമോ ഈ വിസറ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടാവുക? ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റാളുകൾക്ക് അതിൻ്റെ വിഷബാധ ഏൽക്കാതിരുന്നത് അവർക്ക് നല്ല ആരോഗ്യമുള്ള കരൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ്. ഇവിടെ ഏതാണ്ട് 90% കുഴപ്പത്തിലായ കരളുമായി ജീവിക്കുന്ന മണിക്ക് ആ വ്യാജമായ അല്ലെങ്കിൽ ആ വിഷമയമായ വസ്തുക്കളെ പ്രതിരോധിക്കാൻ കഴിയാതെ മരണത്തിലേക്ക് അദ്ദേഹം ആഴ്ന്നുപോയി എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? ഇവിടെ അടിസ്ഥാനപരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിഷവസ്തുക്കൾ ഉൾപ്പെടെ പല കാര്യങ്ങൾ മദ്യത്തിൻ്റെ വീര്യം കൂട്ടാനും രുചി വ്യത്യാസപ്പെടുത്താനും ആ മദ്യം കൊണ്ടുള്ള ഇഫക്റ്റ് കൂടുതൽ നേരം നീണ്ടു നിൽക്കാനും ഒക്കെ ആയിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മളെ മദ്യപർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. ഇപ്പം ഞാൻ ഈ കോടതിയിലെയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെയോ പരിധിയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ മെറിറ്റിലേക്കല്ല കടക്കുന്നത്, പൊതുവായ ഒരു വിഷയം എന്ന നിലയിൽ ഉത്തരം പറയുകയാണ്. നാം തിരിച്ചറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ മദ്യം കൊണ്ടുവന്നത് വ്യാജമദ്യമാവാം, അതിനകത്ത് ഇത് അടങ്ങിയിരിക്കാം, ഒരു സാധ്യത. ഇനി 2, മദ്യപർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. ഞാൻ കലാഭവൻ മണി എന്ന് പറയുന്ന പ്രമുഖ കലാകാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. സോ പൊതുവിൽ മദ്യപർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുതലാണ്. നമുക്ക് ജീവിതം മതി എന്ന് തോന്നുന്ന ഒരു നിമിഷം സാധാരണ വ്യക്തിക്കാണെങ്കിൽ തിരിച്ചറിവ്, വിവേചിച്ചറിയാനുള്ള കാര്യശേഷിയൊക്കെ കൂടുതലായിരിക്കും. എന്നാൽ അതേസമയം സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സാധാരണഗതിയിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വിഷവസ്തുവിനെ മദ്യത്തോടൊപ്പം കഴിച്ചിരിക്കാനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് ഈ വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവേ പറയുകയാണ്. നാം തിരിച്ചറിയേണ്ട സാധനം മദ്യപർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. തീർച്ചയായും ഒരു കാര്യം കൂടി ഞാൻ താങ്കളിലേക്ക് വിളിക്കുമ്പോൾ ശ്രീ ഹരി കലാഭവൻ മണിയുടെ സഹോദരി പുത്രനാണ്, അദ്ദേഹം കൂടി ചേരുന്നു തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ ഹരി, കലാഭവൻ മണി അമിതമായി മദ്യപിക്കുന്ന ആളായിരുന്നു, അദ്ദേഹത്തിന് കരൾ രോഗമുണ്ടായിരുന്നു. ആ രോഗം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഘട്ടത്തിലും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ, ഈ മദ്യപാന ശീലത്തിൽ നിന്നും ഈ കൂട്ടുകെട്ടിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? അതിനുവേണ്ടി കാര്യമായി ശ്രമിച്ചിരുന്നോ?
ഞാനും കണ്ണമ്മാവനും കൂടി ഒരുപാട് തവണ ഞങ്ങൾ പോയിരുന്നു, അവിടെ സംസാരിച്ചിരുന്നു. അന്നൊക്കെ ഞങ്ങളെ ഈ കൂട്ടുകെട്ട് അവർ എന്തൊക്കെയോ എൻ്റെ മാമനോട് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് എപ്പോഴും അകറ്റി നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ള സംഭവമാണ് എപ്പോഴും. എൻ്റെ മാമൻ അങ്ങനെ മദ്യപിക്കുകയാണെങ്കിൽ ബീർ മാത്രമേ മദ്യപിക്കുകയുള്ളൂ. ഒരു ഹാൻസ് മറ്റു ലഹരി പദാർത്ഥങ്ങൾ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാൽ അവരെ ചീത്ത പറയും, ചിലപ്പോൾ അവരെ ഷോൾഡറിൽ തല്ലുകയും ചെയ്യുന്നൊരു പ്രകടനമാണ് എൻ്റെ മാമൻ്റേത്. ഒരിക്കലും മാമൻ ഈ ഒരാൾ ബീർ കഴിക്കുന്നുണ്ടെങ്കിൽ ആൾ പൊട്ടിച്ച് കഴിക്കില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കൊടുക്കണം. ഇവർ എപ്പോഴും പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങളുടെ മാമൻ ഞങ്ങളെ വിട്ടു പോയത് ഞങ്ങൾക്ക് എന്തിനു ഇവർ ഇങ്ങനെ ചെയ്തു? ഇവർക്ക് തന്നെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി വീട്ടുകാർക്കും ജീവിക്കുന്ന ഈ മനുഷ്യൻ, ഇത്ര വലിയൊരു കലാകാരൻ, എന്തിനീ കൂട്ടുകാരന്മാർ ആരൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, എന്തിനീ കൂട്ടുകാരന്മാർ ആൾക്ക് ഈ രാസവസ്തു കൊടുത്ത് ആളെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു? അവർക്കും കൂടി ഉപകാരപ്പെട്ട അവരെ തണലായി നിന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മാമൻ. ആ മനുഷ്യനെയാണ് ഇപ്പോൾ ഇവർ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇത് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, അവർക്ക് ന്യായമായ അതിൻ്റെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അവർക്ക് അതിൻ്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഒരിക്കലും എൻ്റെ മാമൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല, ബീർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഞാൻ എപ്പോഴും ശക്തമായി പറയുന്നു. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത്? താങ്കളുടെ വൈകാരികത മനസ്സിലാകും. ശ്രീ ബാബു എം പലിശ്ശേരി, കലാഭവൻ മണി ചുറ്റുമുള്ള ആളുകൾക്ക് കൂടി തണലായി നിന്ന ആൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളെ മുതലെടുക്കാനും ചൂഷണം ചെയ്യാനും ആളുകൾ ഒപ്പം കൂടുക എന്നുള്ളത് അത്ര അസാധാരണമൊന്നുമല്ല. ഇവിടെ കലാഭവൻ മണിയുടെ കാര്യത്തിൽ താങ്കൾക്ക് കൂടുതൽ വ്യക്തിപരമായി കൂടി അറിവുള്ളതാണല്ലോ. അദ്ദേഹത്തിന് ചുറ്റും ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കൂടിയിരുന്ന എല്ലാവരും ആത്മാർത്ഥതയുള്ളവരായിരുന്നു? അല്ലെന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി തലേ ദിവസം വന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു എന്നും മദ്യപിച്ചില്ല എന്നും രണ്ട് ആക്ഷേപങ്ങളുള്ള രണ്ട് വാദങ്ങളുള്ള ആളുകൾ, അവരാരും ആവട്ടെ, കലാകാരന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർ പിറ്റേ ദിവസം മണിയുടെ ബോഡി ഒരു ദിവസം മുഴുവൻ 3 സ്ഥലത്ത് പൊതുദർശനത്തിൽ വെച്ചപ്പോഴും കാണാൻ വന്നിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കാണാൻ വന്നിരുന്നില്ല എന്നാണ്. കാണാൻ വരാതിരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എന്തോ ഒരു കുറ്റബോധം കൊണ്ടല്ലേ? അപ്പോൾ ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ മണിയെ കൊല്ലുകയായിരുന്നു. അതും ഇഞ്ചിഞ്ചായിട്ടുള്ള കൊല്ലലാവാം, മറ്റൊന്നുമാണ്. മണി നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. കയ്യിലുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് എടുത്ത് കുത്തുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവസാനമായിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ ഞാനും ഉണ്ട്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് സിനിമ തമിഴിലേക്ക് എടുക്കണം, തെലുങ്കിലേക്ക് എടുക്കണം, അതിൽ വേണ്ട ആളുകൾ, കാസ്റ്റിംഗ്, ഇതൊക്കെ അദ്ദേഹം എത്ര സന്തോഷകരമായിട്ടാണ് ചർച്ച ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കേരളം വലിയ അപകടത്തിൻ്റെ വക്കിലാണ്. മണിയുടെ മരണം അതാണ് നമുക്ക് സൂചന തരുന്നത്. മണിയുടെ മരണത്തിന് പുറകിൽ എന്തെങ്കിലും കുറ്റവാളികൾ ഈ തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം, കണ്ടെത്തണം. അതിന് ഗവൺമെൻറ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണം, ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതാണ് അതിൽ കേരള സമൂഹത്തിനുള്ള ഒരു അപായ സൂചന അടങ്ങിയിട്ടുണ്ട് എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നു. ശ്രീ RLV രാമകൃഷ്ണൻ, ഒരു കാര്യം കൂടി എനിക്കറിയാനുള്ളത്, മണിയെ ആദ്യം അറ്റൻഡ് ചെയ്ത ഡോക്ടർ സുമേഷിനോട് രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാടിയിലെത്തുമ്പോൾ കലാഭവൻ മണി അവശനിലയിലായിരുന്നു എന്നാണ്. അദ്ദേഹം ഇടയ്ക്കിടെ രക്തം ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം മറച്ചു വയ്ക്കുകയായിരുന്നു. ബാത്റൂമിൽ പോയി രക്തം ഛർദ്ദിക്കുന്നത് പുറകെ പോയി പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആവർത്തിച്ച് നിർബന്ധിച്ചിട്ടും അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയിരുന്നില്ല, ഒരു തരത്തിലും സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ അദ്ദേഹത്തിന് സെഡേഷൻ കൊടുത്ത് മയക്കി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വയ്യ എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ആശുപത്രിയിൽ പോകാൻ തയ്യാറാകുന്നില്ല കലാഭവൻ മണി എന്നുള്ളതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടേ? ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഇത്തരത്തിലൊരു അസുഖം വരുമ്പോൾ ഒരു രോഗിയുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും എല്ലാവരെ പോലെ അങ്ങനെ തന്നെയായിരിക്കും ഒരാൾക്കുണ്ടാവുക. ഇപ്പോൾ ഡോക്ടർ സുമേഷിനെ പോലെ ഒരാളുകൾ അവിടെ വരുമ്പോൾ അത്തരത്തിലൊരു പ്രവണതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന കാര്യം ബന്ധപ്പെട്ട ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളതാണ്.
ബന്ധുക്കളെ അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ആരായുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അദ്ദേഹം വേണ്ട എന്ന് പറയുമ്പോൾ മാറി നിൽക്കാനായിട്ടുള്ള ഒരു അവസരമല്ലല്ലോ അത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വോമിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ ഡോക്ടർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ ഞങ്ങൾ ബന്ധുക്കൾ ഇത് അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ചേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നുള്ളത് ജോബി വിളിച്ച് പറയുന്നത്. തീർച്ചയായും അതിനുശേഷം ശ്രീ രാമകൃഷ്ണൻ, അമൃത ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിവരം കിട്ടി, നിങ്ങൾ ആശുപത്രിയിലെത്തി. അപ്പോൾ മണിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അവിടുത്തെ ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരം? അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ആ സമയത്തെ ആരോഗ്യനിലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്പോൾ കിട്ടിയ വിവരം എന്തായിരുന്നു? ഞാൻ ആശുപത്രിയിൽ ചെന്ന സമയത്ത് ഒരു 7 മണിയോടുകൂടി ആയിരിക്കണം ഞാൻ അവിടെ ചെന്നത്. ആ സമയം എന്നെ ICUവിലേക്ക് വിളിക്കുകയും ഡോക്ടർമാർ അപ്പോൾ കൃത്യമായിട്ടുള്ള എന്താണ് ആഹാരം കഴിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു ചേട്ടൻ്റെ ആഹാര രീതികൾ എന്നതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും ഇന്ന് എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കൂടെ അല്ലാത്തതിനാൽ, ഞാൻ ചേട്ടൻ്റെ കൂടെ അന്നില്ലാത്തതിനാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിച്ചിരുന്നില്ല. കാര്യമായിട്ടൊന്നും ആ സമയത്ത് സമ്മതിച്ചിരുന്നില്ല. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും നമുക്ക് ഡോക്ടർമാർ പറഞ്ഞില്ല. കാരണം അപ്പോൾ ഒരു പരിശോധിക്കുന്ന സമയം തന്നെയായിരുന്നു. അതിനുശേഷം വെളുപ്പിന് 2:45 ഡോക്ടർ എന്നെ ICUവിലേക്ക് വിളിപ്പിക്കുകയും പറഞ്ഞു, ബ്ലഡ് റിസൾട്ട് വന്നു, അമിതമായ രീതിയിൽ മീഥൈൽ ആൽക്കഹോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുണ്ട്. ഇത്രയും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത്രയും വലിയൊരു അളവ് മീഥൈൽ ആൽക്കഹോളിൻ്റെ അളവ് എങ്ങനെ ഏത് തരത്തിലുള്ള മദ്യം കഴിച്ചാലും ഉള്ളിലേക്ക് എത്തുകയില്ല. ഇത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ആ സമയം എടുത്തു പറയുകയും ചെയ്തു. കിഡ്നിക്ക് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇല്ല, ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഡയാലിസിസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഡയാലിസിസിന്റെ പേപ്പർ ഒപ്പിടുകയും ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമുക്ക് ആദ്യമായി. ഡോക്ടർ CJ ജോൺ, കലാഭവൻ മണിയുടേത് ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമേ അല്ല. പെട്ടെന്ന് പ്രശസ്തിയുടെ പടവുകൾ കയറുന്ന, വലിയ ജനകീയ അംഗീകാരം നേടിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വഴുതിപ്പോയ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല. അവർക്ക് ചുറ്റും നിൽക്കാൻ ഒരുപാട് ആളുകൾ, അത് അവരുടെ നല്ല കാലങ്ങളിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ ചൂഷണം ചെയ്യാനുള്ള പ്രവണത കാണിക്കുന്ന, അതേസമയം തന്നെ അവർക്ക് ആത്യന്തികമായി ദോഷഫലം വരുത്തുന്ന ആളുകൾ, ഇത് ഒരു ഉള്ള പ്രവണത തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സമൂഹ മനഃശാസ്ത്രം എന്താണ്? അല്ല, ഇതിൽ കലാകാരന്മാരെപ്പോഴും അവരുടെ ആരാധകരുടെ നടുവിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രോത്സാഹനവും പ്രീതിയും എപ്പോഴും ആഗ്രഹിക്കുന്ന മനസ്സാണ്. അങ്ങനെ വരുമ്പം ഈ ആരാധക വൃന്ദത്തിലുള്ള ആളുകൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മദ്യമൊക്കെ കൊടുക്കുമ്പം അവർ നിഷേധിക്കാറില്ല. പലരും നിഷേധിക്കാനുള്ള ഒരു സെൻസ് കാണിക്കാറില്ല. കാരണം ആ സന്തോഷത്തിൻ്റെ, ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചേരുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും കാണുന്നത്. ഇതൊരു പക്ഷേ കലാകാരന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആ രീതിയിൽ അവരുടെ ആരോഗ്യത്തിനെയും അവരുടെ സർഗശേഷിയെയും അവരുടെ കലാനിപുണതയും നശിപ്പിക്കാനിടയുള്ള ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ശീലം ആരാധകർ വെച്ച് നീട്ടുമ്പം നോ എന്ന് പറയാനുള്ള കഴിവ് അവർക്കും ഉണ്ടാവണം. കാരണം ഇവർ നമ്മുടെ പൊതുസ്വത്വമാണ്, ഇവർ നമ്മളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ രീതിയിൽ അവരുടെ കലാനിപുണത നിലനിർത്തുക എന്ന് പറയുന്ന സമൂഹത്തിനോടുള്ളൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതും അവരാലോചിക്കണം. അവർ ഉത്തമമായിട്ടുള്ള മാതൃകകൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. റൈറ്റ്. ഡോക്ടർ പ്രശാന്ത്, ഇക്കാര്യത്തിലെ താങ്കളുടെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ഉള്ള പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. ആഘോഷങ്ങളിൽ അഭിരമിക്കുന്നത് കടുത്ത ലഹരി വസ്തുക്കൾ കൂടി ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ മാത്രമേ ആഘോഷത്തിൻ്റെ പൂർണ്ണത കിട്ടൂ എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടാകുന്നത് വ്യാപകമാവുകയാണ്. അക്കാര്യത്തിൽ കലാകാരന്മാരെന്നോ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ലതാനും. ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളില്ലാതെ എന്ത് ആഘോഷം എന്നുള്ള ഒരു ടേമാണ് നമ്മുടെ ചർച്ചയിൽ വരുന്ന സാധനം. ഒടുവിൽ നിങ്ങളില്ലാതായിട്ട് എന്ത് ആഘോഷം എന്ന് നാം തിരിച്ചറിയണം, ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഈ ചർച്ചയുടെ വൈകാരികമായ ഒരു കാര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ, അതിനോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ഒരു കാര്യം പറയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു ബിയറാണ് കഴിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ, പ്രത്യേകിച്ച് വലിയ ബാറൊക്കെ പൂട്ടി ബിയറും വൈൻ പാർലറുകൾ തുറന്നപ്പോൾ സമൂഹത്തിനിടയിൽ ഒരു ധാരണയുണ്ട് ബിയറും വൈനും കുഴപ്പമില്ല എന്ന്.
ബിയർ ആയാലും വൈൻ ആയാലും മദ്യം എന്ത് പേരിലായാലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ അത് മദ്യമാണ്, അത് അപകടം തന്നെയാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ ജേണലാണ് ലാൻസെറ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. അതിൻ്റെ 2015 ഏറ്റവും ഒടുവിലത്തെ ഒരു നല്ലൊരു പതിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ചെറിയ അളവിൽ മദ്യപിച്ച ഹൃദയാഘാതം വരാതിരിക്കുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ലാൻസെറ്റിൻ്റെ പഠനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈൻ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് 24% ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യത കുറയുന്നുവെങ്കിൽ 38% സാധ്യത കൂടുകയാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയെന്ന്. സോ നാം തിരിച്ചറിയണം, മദ്യം ഏത് രൂപത്തിലും ഏതളവിലും ഒരുപോലെ ഹാനികരം തന്നെയാണ്. അത് വേണ്ട എന്നും ഇല്ല പറ്റില്ല എന്നും പറയാൻ നാം പഠിക്കണം. പലപ്പോഴും കൂട്ടുകാർ വിളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് അറിയോ, ഇന്ന് വേണ്ട എന്ന് പറയും. അപ്പോൾ പിന്നെ നാളെ ആവാം, അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ പ്രശ്നമാവെന്ന് പറയും. എന്നാൽ നമ്മൾ ഇന്ന് വീട്ടിൽ പോകുന്നില്ല എന്ന് പറയും. ഇതാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ രീതി. ശരി, അത് നാം തിരിച്ചറിയാം. ശരി, അക്കാര്യത്തിൽ അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ ഹരി, താങ്കൾ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചുകൂടി സൂചിപ്പിച്ചല്ലോ. മണിയുടെ മരണം ഉണ്ടായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിരുന്നോ? എന്തെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് സംശയം തോന്നത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും വയലൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ, ഞങ്ങൾ വരുന്നവരും പോകുന്നവരും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ സാബുവിനെ പോലും നമ്മൾ ഇതിന് ശേഷം നമ്മൾ ടി വിയിൽ ഇതിൻ്റെ ഇത് കാണുമ്പോൾ ഈ പറഞ്ഞ സാബു മോനും അതുപോലെ ജാഫറിനെയും ഒന്നും അവിടെ കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ കാരണം ഈ രാവിലെ അമൃതയിൽ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഡോക്ടർമാർ പറയേണ്ട ആളുടെ ബ്ലഡിൽ എന്തോ ഒരു ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ എന്തോ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് വന്നത്, തലോസം ആരൊക്കെ കൂടി ഉണ്ടായിരുന്നു, എന്തൊക്കെ കഴിച്ചു, ഇതൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നില്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുന്നു കൊക്കക്കോള കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. പിന്നെ അവിടെ വന്ന് രാവിലെ അന്ന് തന്നെ പാടി ഇവർ അടിച്ച് ക്ലീൻ ചെയ്തും അവിടുന്ന് 2-3 ചാക്കുകളിലേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുപോകും. അവിടുന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടുത്തെ താമസിക്കുന്ന അണ്ണന്മാർ ചോദിച്ചു ഇതൊക്കെ എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വിപിൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ മുതലാളി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറയുന്ന കാര്യവും ഈ അണ്ണന്മാർ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മരിച്ച സമയത്ത് ഞങ്ങൾ വേറെ വേദനയിലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അതെ, ഇതിൽ ശ്രീ രാമകൃഷ്ണൻ ഔട്ട് ഹൗസ് വൃത്തിയാക്കി കലാഭവൻ മണി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്നുള്ള കാര്യം എപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്? അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്ന സംശയം തോന്നിയിരുന്നോ? ചികിത്സിക്കുക എന്ന് പറഞ്ഞ ഡോക്ടർമാർ അന്ന് പറഞ്ഞത് അവിടെ ചികിത്സിച്ചുകൊണ്ട്, അതായത് മരുന്നിനോട് ശരീരം പ്രതികരിക്കാത്ത ഒരവസ്ഥയിലാണ് അവിടെ ചേട്ടൻ്റെ ശരീരം ഉണ്ടായിരുന്നത്. കാരണം ബ്ലഡ് ശുദ്ധമായാൽ മാത്രമേ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം ചോദിച്ചു ഏത് തരത്തിലുള്ള ആഹാരമാണ് കഴിച്ചതെന്ന് ചോദിച്ചതിൻ്റെ പ്രധാന കാരണം അന്ന് കൂടെയുണ്ടായിരുന്ന ഈ കുണ്ട്രുവിനോടും അതുപോലെ തന്നെ വിപിനോടും അതുപോലെ തന്നെ ഇവരോട് എല്ലാവരോടും തന്നെ വിളിച്ചു ചോദിച്ചു ഏത് തരത്തിലുള്ള ആഹാരമാണ് കഴിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഉള്ളിൽ ചെന്നത്. കാരണം അതിനുള്ള ആന്റിഡോസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. സമയം വൈകും തോറും ബോഡി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കഴിച്ച ആഹാരങ്ങൾ എന്താണ് അല്ലെങ്കിൽ കുടിച്ച കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇവരോട് പറയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ അത് പറഞ്ഞില്ല എന്ന പരാതി നേരത്തെ ഹരി സംസാരിച്ചപ്പോഴും ഹരിയും സൂചിപ്പിക്കേണ്ട. ശ്രീ ഹരി, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നിങ്ങൾ പൂർണ്ണമായും തൃപ്തരാണോ? അരുണും വിപിനും മുരുകനും അടക്കമുള്ള ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവരെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു. സാബുവും ജാഫറും അടക്കമുള്ള ആളുകളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അന്വേഷണം നന്നായിട്ടാണോ പോകുന്നത്? അതെ ഹരി, വ്യക്തമായില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആക്ഷേപമുള്ള ഈ അരുണും വിപിനും അടക്കമുള്ള ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവരിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആളുകളുടെയും മൊഴിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണോ തോന്നുന്നത്? അതെ, CI അടക്കമുള്ള സാർമാർ നല്ല രീതിയിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങളൊന്നും നമ്മളെടുത്ത് ചർച്ച ചെയ്തിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. അവർ ചെയ്യുന്ന ഈ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ശ്രീ ബാബു എം പാലിശ്ശേരി, ഇവിടെ അറിഞ്ഞോ അറിയാതെയോ സുഹൃത്തുക്കൾ കലാഭവൻ മണിയെ
മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതാണ് ഒടുവിൽ ഇങ്ങനെയൊരു മരണത്തിലേക്ക് നയിച്ചത്? അവർ മനഃപൂർവ്വമായി എന്തെങ്കിലും ചെയ്തു എന്നോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായി അദ്ദേഹത്തിന് വിഷപദാർത്ഥം കൊടുത്തു എന്നോ ഒന്നും ആരോപിക്കാനുള്ള യാതൊരു വകയും നമ്മുടെ പക്കൽ ഇപ്പോഴില്ല. എങ്കിൽ പോലും രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് മദ്യം കൊടുക്കുക, സൗഹൃദത്തിൻ്റെ പേരിൽ ഇത്തരം മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുക, ഇത് ഒരു വിഷയം തന്നെയാണല്ലോ. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഇപ്പോൾ മദ്യം വഴി ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ മനഃപൂർവ്വമായി ചെയ്തതല്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ അന്വേഷണം നേരിടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരു പാഠം നൽകുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളൂ. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് മണിയുടെ മരണവും ഒക്കെ തന്നെ ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാ ആഘോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാത്തിനും ഇപ്പോൾ മദ്യമാണ്, വലിയ മദ്യപാർട്ടികളാണ്. അത് സൗഹൃദങ്ങൾ മാത്രമല്ല, കല്യാണങ്ങൾ, മരണങ്ങൾ, അതൊക്കെ കഴിഞ്ഞാൽ മദ്യപാർട്ടിയുണ്ട്. ഇത് കേരളത്തിന് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇപ്പം നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയ വകയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു, ഞാനും അത് അംഗീകരിക്കുന്നു. പക്ഷെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഈ ഹരി പറഞ്ഞതും അതുപോലെ തന്നെ നേരത്തെ രാമകൃഷ്ണൻ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരെ കുടുംബങ്ങളുടെ ആക്ഷേപം വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. എന്തിന് അത്ര പെട്ടെന്ന് ആ പാഡി കഴുകി വൃത്തിയാക്കി? എന്താണ് അവർ ഭയപ്പെട്ടത്? എന്തൊക്കെയാണ് അവർ ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയത്? ഇവർ അവിടെ ഇരുന്ന് മദ്യപിച്ചു എന്നും ഇല്ല എന്നും പറയുന്നു. സ്വയം കാർ ഓടിച്ച് വന്ന ആളെ തിരിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടാക്കാൻ വേണ്ടി മണിയുടെ ഡ്രൈവറെ നിയോഗിക്കുന്നു. അപ്പോൾ സ്വയം കാർ ഓടിച്ച് വന്ന ആൾക്ക് തിരിച്ച് കാർ ഓടിച്ച് പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ അത് കരുതി കൂട്ടിയിട്ടാണ്, കൊല്ലാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, അത് അന്വേഷിക്കണം. ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ ആവശ്യമായ അന്വേഷണം നടത്തണം. അത്രയേറെ കേരളത്തിന് പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത്ര പ്രിയപ്പെട്ട കലാകാരൻ അല്ലെങ്കിൽ പോലും ഇത്തരം കേസുകളിൽ ഗൗരവതരമായ അന്വേഷണം നടക്കണം. ഒരു കാരണവശാലും ഇത് കുറ്റവാളികളുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കേരളത്തിൽ എല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല, കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. സത്യത്തിലതാണ്. റൈറ്റ്. ശ്രീ സി ജെ ജോൺ, കേരളം ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. കൂടുതൽ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവുമുള്ള സമൂഹമുള്ള സംസ്ഥാനമാണ്. നമ്മുടെ സാമൂഹ്യ വികസന സൂചിക പലതും വികസിത രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്നതുമാണ്. എന്നിട്ടും കേരളത്തിലാണ് മദ്യ ഉപഭോഗം, പ്രതിശീർഷ മദ്യ ഉപഭോഗം എടുത്താൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുൻപിൽ നമ്മളാണ് നിൽക്കുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യത്തിൻ്റെ ബോട്ടിലിന് മുകളിൽ എഴുതി വയ്ക്കാറുണ്ട് എങ്കിലും ഈ പ്രബുദ്ധമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരളം യഥാർത്ഥത്തിൽ അതിൻ്റെ ആഘാതങ്ങൾ, ശാരീരികമായും മാനസികമായും മദ്യപാനശീലം ഉണ്ടാക്കുന്ന ആഘാതം ശരിയാവണ്ണം ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ? അല്ല, നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ മോർബിഡിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മദ്യം സംഭാവന ചെയ്യുന്ന രോഗങ്ങളുടെ തോത് വളരെ കൂടുതലായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടായി. മദ്യാസക്തിയുടെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ മദ്യാസക്തിയിലേക്ക് കടക്കാൻ വെമ്പി നിൽക്കുന്ന ആളുകൾ, കരൾ രോഗത്തിൻ്റെ തുടക്കം കുറിച്ചവർ, കരൾ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയിലെത്തിയവർ, ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇവരുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇവർക്ക് വേണ്ട ഒരു സഹായം കൊടുക്കാനുള്ള ഒരു പ്രേരണയാകുന്നു കലാഭവൻ മണിയുടെ മരണമെങ്കിൽ എത്രയോ ആളുകളുടെ രോഗത്തിൽ സഹായം നൽകിയ മണിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം വേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പം ഇപ്പം നമ്മൾ മികച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. മോർബിഡിറ്റിയുടെ കാര്യത്തിൽ ചെറുപ്പക്കാർ മികച്ചല്ല നിൽക്കുന്നത്. ജീവിതശൈലി കൊണ്ട് പിന്നോട്ട് പോവുകയാണ്. ഇത് ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കുന്നുമില്ല. അങ്ങനെ ഡോക്ടർ പ്രശാന്ത്, കേരളം രോഗാതുരമാവുകയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ കണക്കെടുത്താൽ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വേറൊരു വശമായ ആത്മഹത്യാ പ്രവണത, വാഹനാപകടങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം തുടങ്ങിയ വിഷയങ്ങൾ. മദ്യപാനം എത്ര വലിയ സാമൂഹ്യ വിപത്താണ് എന്നുള്ള കാര്യം കേരളം ഇനിയും, ഇത്രയും പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളം ഇനിയും
ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടില്ലേ? എന്താണ് അക്കാര്യത്തിലെ താങ്കളുടെ കാഴ്ചപ്പാട്? താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഓരോ മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളിക്ക് അറിവിൻ്റെ കുറവല്ല, തിരിച്ചറിവിൻ്റെ കുറവാണ്. തിരിച്ചറിവിൻ്റെ കുറവ്. നാം തിരിച്ചറിയുന്നില്ല നാം ചെയ്യുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന്. ശരിക്കും മദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതളവിലും അപകടമെന്ന് പറഞ്ഞ പോലെ മദ്യം ചിലർ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് നമ്മൾ കഠിനമായ ജോലി ചെയ്യണമെങ്കിൽ മദ്യപിക്കണമെന്ന്. യഥാർത്ഥത്തിൽ പേശി എവിടെയുണ്ടോ, മസിൽ എവിടെയുണ്ടോ അവിടെയെല്ലാം മയോപ്പതി എന്ന് പറയുന്ന രോഗമാണ് മദ്യം ഉണ്ടാക്കുക. അപ്പോൾ ആൽക്കഹോളിക് മയോപ്പതി എന്ന് പറയുന്ന രോഗം ഉണ്ടായ പേശികളുടെ ശക്തി വർദ്ധിക്കുകയല്ല, പേശികളുടെ ശക്തി കുറയുകയാണ്. ഞാൻ തടിക്കൂപ്പുകളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ മുൻകാലത്ത് 5 പേർ ചെയ്തിരുന്ന ജോലി, ഒരാൾ ചെയ്തിരുന്ന ജോലി ഇപ്പോൾ 5 പേരാണ് ചെയ്യുന്നത്. അപ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഒന്ന് ശക്തി തരില്ല, ഇനി ബുദ്ധി തരില്ല, ബുദ്ധി നശിപ്പിക്കുകയുള്ളൂ. താങ്കൾ സൂചിപ്പിച്ച പോലെ വാഹനാപകടങ്ങളുടെ അളവ് എണ്ണം കൂട്ടുന്നു, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു, കരൾ നശിപ്പിക്കുന്നു, ഹൃദയാഘാതം ഉണ്ടാകുന്നത് അറിയാതെ പോകുന്നു, ശരിക്കും BP കൂട്ടും ഒത്തിരി. അതായത് ആസ്പിരേഷൻ ന്യൂമോണിയ അടക്കമുള്ള, പിന്നെ പ്രമേഹ രോഗികൾ മദ്യപിക്കാനേ പാടില്ല. ഇനി ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ ഷാപ്പിൽ പോയി കഴിക്കുന്ന ഒരു രീതിയായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് തന്നെ മദ്യപിക്കുന്ന രീതിയാണ്. ഇത് സ്ത്രീകളുടെ ഇടയിലെ മദ്യപാനം കൂട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീയും ഗർഭധാരണ സാധ്യതയുള്ള സമയത്തും ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തും പാലൂട്ടുന്ന സമയത്തും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാൻ പാടില്ല. ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണത്. അപ്പോൾ നാം തിരിച്ചറിയണം, മദ്യം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷവസ്തു തന്നെയാണ്. സാക്ഷരതയുള്ള, കാര്യശേഷിയുള്ള മലയാളി തിരിച്ചറിയണം മദ്യം നമുക്കുള്ളതല്ല എന്ന്. തീർച്ചയായും കലാഭവൻ മണിയുടെ മരണം അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. മദ്യപാനം എന്ന സാമൂഹ്യ വിപത്തിന്റെ അപായം കൂടി ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത അപ്പോഴും മായാതെ അവശേഷിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ RLV രാമകൃഷ്ണൻ, ശ്രീ ഹരി, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ CJ ജോൺ, ശ്രീ ബാബു എം പാലിശ്ശേരി MLA.